ഹെൻറി ഓസ്റ്റിൻ, കൊച്ചിയിലെ ദുരിതം ഒരുപക്ഷെ താങ്കൾക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കാനാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ മഴയുടെ ആരംഭം ഇത് വേനൽ മഴയാണ്. യഥാർത്ഥത്തിലുള്ള മഴ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഇത്തവണത്തെ IMDയുടെ പ്രവചന പ്രകാരം 106% വരെ അധിക മഴ, നമുക്ക് ഓൾമോസ്റ്റ് 106% മഴ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രവചനങ്ങളുള്ളത്. നേരത്തെ ഇതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, നമ്മളുടെ ഒരു മീറ്ററോളജിക്കൽ കണ്ടീഷൻസും ഒക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. എൽനീനോ പ്രതിഭാസത്തെ പറ്റി നമുക്കറിയാം. പസഫിക് ഓഷ്യനിലുള്ള ഉഷ്ണ ഇതുകൊണ്ട് നമുക്ക് കുറെ കാലം മഴ കുറയുമെന്നുള്ളൊരു പ്രതിഭാസം അല്ലെങ്കിൽ ഇപ്പൊ അത് റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓഗസ്റ്റോടുകൂടി ലാനിന തുടങ്ങുമെന്നാണ്. അപ്പൊ ഇതൊരു മധ്യമ റേഞ്ചാണ്. ഇപ്പൊ ജൂൺ എന്ന് പറയുമ്പോൾ നല്ല മഴ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലുള്ള ഈ ഒരു പ്രതിഭാസം 2 ഡിഗ്രിയോളം ചൂട്, വെള്ളത്തിന് ചൂട് കൂടുതലാണ്. നമുക്കുണ്ടായ അതിതീവ്രമായ സമ്മർ, ആ സമ്മറിൽ ഉണ്ടായിട്ടുള്ള ഉഷ്ണ താപമാനം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള മൺസൂണ്, വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. കേരളത്തിന്റെ ടോപ്പോഗ്രാഫി നമുക്ക് മലനിരകൾ അടക്കം ഉള്ളതുകൊണ്ട് തന്നെ കൂമ്പാര ക്ലൗഡ്സ്, അതായത് ക്യുമുലോനിംബസ് ക്ലൗഡ്സ് ഉണ്ടായിട്ടുണ്ട്. 14-15 കിലോമീറ്റർ വരെ ഡെപ്ത് ഉള്ള ക്ലൗഡ്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രമായ മഴ നമുക്ക് ഉണ്ടാകാനുള്ള സകല സാധ്യതകളും നമുക്ക് എല്ലാ കണ്ടീഷൻസും അതിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലൊരു ഒരു പാറ്റേൺ ആണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ ഇന്ന് എറണാകുളത്ത് പള്ളുരുത്തിയിലെ ഏകദേശം 95 സെന്റിമീറ്ററോളം പെയ്തു. കളമശ്ശേരിയിൽ പെയ്തു. അപ്പൊ വലിയ തോതില് 95 mm വെള്ളമാണ് പെയ്തത്. അപ്പൊ ഇതൊരു നമ്മൾ റെഡ് അലേർട്ട് കൊടുക്കുന്നത് സാധാരണ ഒരു മണിക്കൂറിൽ 20 mm കൂടുതൽ ഒരു ദിവസം പെയ്യുകയാണെങ്കിലാണ് നമ്മൾ റെഡ് അലേർട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അതിതീവ്രമായ ഒരു ഓഷനാണ് കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു പ്രതിഭാസത്തെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ നമ്മൾ കാണുന്നു. പിന്നെ നമുക്ക് നഗരങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസം ഹീറ്റ് ഐലൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്ലാസും കോൺക്രീറ്റിന്റെ സ്ട്രക്ചേഴ്സ് കൂടിക്കഴിഞ്ഞപ്പോൾ നഗരങ്ങളിൽ നമുക്ക് ഹീറ്റ് ഐലൻഡ്സ് രൂപീകരിക്കപ്പെടുന്നു. അത്ര ഹീറ്റ് ഐലൻഡ്സ് വരുമ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട മഴകൾ കാണുന്നു. ഒരേ പാറ്റേണിലല്ല മഴ പെയ്യുന്നത്. പല മേഖലകളിൽ പല രീതിയിലാണ് മഴ പെയ്യുന്നത്. അത് ഈ ഹീറ്റ് ഐലൻഡ്സിന്റെ കൂടി ഒരു പ്രതിഭാസം അതിലേക്ക് കണക്കിലെടുക്കേണ്ടി വരുന്നു. നമ്മുടെ മോഡേൺ കൺസ്ട്രക്ഷൻ ഇതെല്ലാം കൂടി കൂട്ടി യോജിക്കുമ്പോൾ ഇപ്പൊ ഗ്ലാസും അതേപോലെ തന്നെ ACP അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹീറ്റ് റിഫ്ലക്ഷൻ കൂടുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും നമുക്ക് ഈ മഴക്കെടുതി ഒരു വലിയ വിഷയമാണ്. കാരണം വെള്ളക്കെട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. നമ്മള് സമുദ്രനിരപ്പിലേക്ക് താഴെയാണോ സമുദ്രനിരപ്പിലാണോ അതിന്റെ മുകളിലാണോ എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായ ഒരു ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ 2 സെന്റിമീറ്റർ സമുദ്രനിരപ്പിലും കൂടുതലാണെന്നാണ്. പക്ഷെ ബലത്തില് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോ ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ നമുക്ക് ഈ തീരമേഖലയിലൊക്കെ തന്നെ ഒരു വശത്ത് കടലാക്രമണം ഉണ്ടാവുന്നു, മറുവശത്ത് കായൽ തീരത്തടക്കമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് 2018 കൂടി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരും. 2018 ഇപ്പൊ കൊച്ചിയില് പെരിയാറ് നമ്മുടെ തുറമുഖത്തിന്റെ മൗത്തിലേക്ക് ഒഴുകി വരുന്ന മേഖല ചിറ്റൂര് പുഴയും അതേപോലെ തന്നെ വടുതല കായലുമാണ്. അതേപോലെ അരൂര് ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഈ 2 സ്ഥലത്തും 2018 ശേഷം ഇതേവരെ ക്ലീനിങ് നടത്തിയിട്ടില്ല. അന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള എക്കലും ചെളിയും അവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോ വടുതലക്കായൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഞാൻ കൗൺസിലറായിട്ടുള്ള വടുതല ഡിവിഷന്റെ പരിസരത്താണ് വടുതലക്കായൽ ഏകദേശം മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നടന്നു പോകാം കായലിൽ. അപ്പൊ അത്രയും ചെളി അവിടെ കിടക്കുകയാണ്. അവിടെ ഒരു ഇന്റർനാഷണൽ മറ്റേ കണ്ടെയ്നർ ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ട് ഇതേവരെ പൊട്ടിക്കാൻ അത് കേസാണ്. 100 കോടി വേണമെന്നാണ് സർക്കാരും പോർട്ടും അഫ്കോൺസും എന്ന കമ്പനിയും തമ്മിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞ ഇത്രയും വർഷം ഇപ്പൊ 8 വർഷത്തോളം ആയില്ലേ ഈ സർക്കാർ കടന്നു വന്നിട്ട്. ഇത്രയും വർഷം കൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ട് 2018 ഫ്ലഡിന് ശേഷമുള്ള സിൽറ്റും എക്കലും അടക്കമുള്ള ഇതുവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് വലിയ പരാജയം തന്നെയാണ്. നമ്മള് മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും ഈ പ്രശ്നം കാണേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ കായലുകൾ, അതിന്റെ ഡെപ്ത്, ആ പുഴകളും അതിന്റെ ഈ നമ്മുടെ കടലിലേക്ക് വന്നു ചേരുന്ന പ്രദേശത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ചെളിയും എക്കലും കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മഴ കൂടുതൽ വരുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള വെള്ളം കരയിലോട്ട് കയറുകയാണ്. അപ്പൊ സമീപ ചരിത്രങ്ങളിലൊന്നും വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ പോലും നമുക്ക് വെള്ളം കയറുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞായിട്ട് എഗ്രി ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഡിവിഷനുകളിൽ കോർപ്പറേഷനിലെ നമുക്ക് 2 തരത്തിലുള്ള മഴക്കാല പൂർവ്വ സ്ഥിരീകരണം നടക്കുന്നുണ്ട്. ഒന്ന് മൈനർ കനാൽസിനും മറ്റേത് മേജർ ഓടകൾക്കും കനാലുകൾക്കും വേണ്ടിയുള്ളത്. 2 തരത്തിലുള്ള ഇതാണ് കൊടുക്കുന്നത്. ഇപ്പൊ മൈനർ കനാലുകളുടെ വർക്ക് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഒരു ദിവസം ഇപ്പോ കഴിഞ്ഞ ഡിസംബറിൽ ഇതേപോലെ തന്നെ ഒറ്റ ദിവസത്തിൽ ഒരു വലിയ മഴ വന്നു. അന്ന് വന്ന മഴയിൽ നമ്മൾ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണ്ട് തോടുകളായിരുന്ന പ്രദേശങ്ങളിലൊക്കെ പുഴ പോലെ വെള്ളം ഒഴുകുകയാണ്.
കാണകളുണ്ട്, വലിയ കാണകളും ഓടകളും ഉണ്ടെങ്കിൽ പോലും ആ കാണകളൊക്കെ കവിഞ്ഞൊഴിഞ്ഞ് റോഡുകളിൽ കൂടി വെള്ളം ഒഴുകാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു നഗരപ്രദേശം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റോഡിന്റെ ഇരുവശമുള്ള വീടുകൾ, ആ വീടുകളിലൊന്നും മണ്ണില്ല, മുറ്റമില്ല. അവിടെ എല്ലാവരും ഇന്റർലോക്കിംഗ് ടൈലുകളും കോൺക്രീറ്റും ചെയ്ത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മഴ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും മഴ ഡയറക്റ്റ് വീഴുമ്പോൾ അത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാതെ നേരെ റോഡിലേക്ക് വരികയാണ്. അപ്പൊ ആ റോഡിലേക്ക് വരുന്ന വെള്ളം ഓട പോലും കവിഞ്ഞ് അത്രയും ഫോഴ്സ്, പ്രത്യേകിച്ച് ഇതുപോലെ അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് വലിയ തരത്തിലുള്ള ഫ്ലഡിങ്ങിന്, അത് ലോ ലയിങ് ഏരിയാസിലേക്ക് ആ വെള്ളം ഒഴുകിച്ചില്ലുകയും അത്തരം വീടുകളും മുറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നഗരത്തിൽ ഞങ്ങളുടെ മേഖലകളിലൊക്കെ കാണുന്നുണ്ട്. ശുചീകരണത്തിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചത്. നമുക്ക് IMDയുടെ മുന്നറിയിപ്പുണ്ട്, ഈ വർഷം 106% നമുക്ക് ലോങ് ടേം ആവറേജ് നോക്കിയാൽ 106% അതിതീവ്രമായ മഴ ഉണ്ടാകും, പതിവിലും കൂടുതൽ ഉണ്ടാവും പറഞ്ഞു. പക്ഷെ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, ഇതിന്റെ ഒരു കോർഡിനേഷൻ നടത്തേണ്ടത് ആരാ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അതേപോലെയുള്ള മറ്റ് ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്ത് ഇതിന്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് താലൂക്ക് തലത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് സെന്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഈ ചർച്ചകൾക്കപ്പുറം, മീറ്റിങ്ങുകൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വളരെ ഒരു അമൽഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ, നമ്മളെ അത് ആക്ഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നില്ല എന്നുള്ള ഒരു ഭീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഒരു വാസ്തവമാണ്. കാര്യം ഇപ്പോൾ ഈ നിവാരണ അതോറിറ്റി ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്മള് ഇത്തരത്തിലൊരു വലിയ മഴ വന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷനിലേക്ക് അത് നയിച്ചേക്കാം എന്നൊരു ഭയമുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ? അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, അപകടകരമായി നിൽക്കുന്ന മതിലുകൾ, അപകടകരമായ അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, അവയെപ്പറ്റി ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, പെട്ടെന്ന് വയസ്സായിട്ടുള്ള ആളുകൾ, അവരെ മാറ്റാനായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ. അതേപോലെ ആ സെന്റേഴ്സ്, ഏതൊക്കെ സെന്റേഴ്സിലേക്ക് അവരെ മാറ്റണം, ഇങ്ങനെ ഒരു റെസ്ക്യൂ സിറ്റുവേഷനിൽ വന്നാൽ ആക്ട് ചെയ്യേണ്ട ബോഡീസ്, ഇപ്പൊ ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സന്നദ്ധ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതെല്ലാം ഒരു കോർഡിനേഷൻ വേണം. അത്തരത്തിലൊരു ആ ഒരു മൂഡിലേക്ക്, ആ ഒരു തലത്തിലേക്കുള്ള ഒരു കോർഡിനേഷൻ ഇതേവരെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതൊരു വലിയ പോരായ്മയായിട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണുന്നത്. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം കൊച്ചിൻ കോർപ്പറേഷൻ ചില ഭാഗങ്ങൾ നടന്നു വെച്ചാൽ കേരളത്തിലെമ്പാടും നോക്കിയാൽ, ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞല്ലോ, മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ആ വ്യാപ്തിയിലുള്ള സീരിയസ്നെസ്സോടുകൂടിയുള്ള പ്രവർത്തനം സർക്കാർ ഏകോപിപ്പിച്ചിട്ടില്ല. അതൊരു വലിയ ലാക്കിനെ തന്നെയാണ്. അതിന്റെ ഒരു വീഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 ശേഷമുള്ള ലെഗസി പ്രോബ്ലംസ് ഉണ്ട്. ആ ലെഗസി പ്രോബ്ലംസ്, കായലുകളിൽ അടിഞ്ഞു കിടക്കുന്ന, റിവർ മൗത്തിൽ അടിഞ്ഞു കിടക്കുന്ന എക്കലും വേസ്റ്റും അടക്കമുള്ള ഇന്നേവരെ നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഈ സർക്കാരിന്റെ പരാജയമാണ്. അത് ഇന്നത് മാത്രമുള്ള പ്രശ്നമല്ല, 2018 മുതൽ നമ്മൾ പറയുന്ന പ്രശ്നമാണത്. അത്തരം പ്രശ്നങ്ങളെ ഒന്നും തന്നെ ഈ സർക്കാർ അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് ഒരു വലിയ തോതിൽ മഴ വന്നാൽ നമ്മളെ വലിയ തോതിൽ തന്നെ അത് ബാധിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്.